അസ്സലാമു അലൈക്കും. നാളെ നടക്കാനിരിക്കുന്ന താരീഖിൻ്റെ മോഡൽ പേപ്പറാണ് നമ്മൾ വീഡിയോ നോക്കാൻ പോകുന്നത്. ഓരോ ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും നമ്മൾ പരിചയപ്പെടാം. നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതുപോലെ തന്നെ ബെല്ലൈക്കൺ ഓൺ ചെയ്യുക. മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി നിങ്ങൾ ഫേസ്ബുക്കിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് കൊടുക്കണേ. ഇനി ആദ്യത്തെ പ്രവർത്തനം നോക്കാം. യോജിച്ചവ ചേർക്കുക. 1. യോജിച്ചവ ചേർക്കുക. മക്കയിൽ നിന്ന് ഹിജ്റ വന്ന സ്വഹാബികൾ. മക്കയിൽ നിന്നും ഹിജ്റ വന്ന സ്വഹാബികൾ ആരാണത്? ഇടത് ഭാഗത്ത് കാണാം. അവർക്ക് പറയുന്ന പേര് മുഹാജിറുകൾ. മുഹാജിറുകൾ. 2. മദീനയിലെ ആദ്യ പള്ളി. മദീനയിൽ നിർമ്മിച്ച ആദ്യ പള്ളിയാണ് മസ്ജിദുൽ ഖുബ. 3. അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹുവിൻ്റെ സഹോദരൻ ആരായിരുന്നു? സഅദ് ബിൻ റബീഅ. 4. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദീനയിലെ പ്രഥമ ജുമുഅ നിസ്കാരം എവിടെ വെച്ചായിരുന്നു? ബത്നുൽ വാദിൽ വെച്ചില്ലേ? 5. മക്കയുടെയും മദീനയുടെയും ഇടയിലുള്ള സ്ഥലം ഏതാണത്? ബദർ. ഇതിൽ ഓപ്ഷനിൽ എക്സ്ട്രാ ഒന്ന് കൊടുത്തതാണ് കേട്ടോ. ഇനി അടുത്തത്, ബദർ യുദ്ധത്തിൽ വിവരങ്ങൾ എഴുതുക. അതായത് ബദറിൽ എത്ര ആളുകൾ എത്ര ഷഹീദായി എന്നുള്ള വിവരമാണ്. മുസ്ലിമീങ്ങൾ എണ്ണം 313. ഷഹീദായവർ ശുഹദാക്കൾ 14 പേരാണ്. തടവിലാക്കപ്പെട്ടവരില്ല. ശത്രുക്കൾ എണ്ണം 1000. അതിൽ മരണപ്പെട്ടവരോ 70 പേരാണ്. തടവിലാക്കപ്പെട്ടവരും 70 പേരാണ്. ഇനി അടുത്ത പ്രവർത്തനമാണ് ഉത്തരം എഴുതുക എന്നുള്ളത്. 1. ബദർ യുദ്ധത്തിന് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിനോട് നടത്തിയ ദുആ എന്തായിരുന്നു? ആ ദുആ ഇതായിരുന്നു: അള്ളാഹുവേ, ഈ ചെറിയ സംഘത്തെ നീ നശിപ്പിച്ചാൽ നിനക്ക് ഇബാദത്ത് ചെയ്യാൻ ഭൂമിയിൽ ആരുമുണ്ടാകില്ല. 2. മദീനയിലെ മതപരമായ പുരോഗതി. മദീനയിൽ മതപരമായി പുരോഗതി എന്തായിരുന്നു? മതപരമായിട്ട് സുരക്ഷിതമായ ഇബാദത്തിനായി പള്ളി നിർമ്മിച്ചു എന്നതാണ്. 3. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ടപ്പോൾ ജൂത പണ്ഡിതനായിരുന്ന അബ്ദുല്ലാഹി ഇബ്നു സലാം പറഞ്ഞത് എന്ത്? അദ്ദേഹം പറഞ്ഞത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിൽ എത്തിയപ്പോൾ ഞാനും കാണാൻ വന്നു. അവിടുത്തെ മുഖം കണ്ടപ്പോൾ അതൊരു കളവ് പറയുന്നയാളുടെ മുഖമല്ലെന്ന് എനിക്ക് മനസ്സിലായി. ഇനി 4. മസ്ജിദുൻ നബവി ഉണ്ടാക്കിയ സ്ഥലം ദാനമായി നൽകാൻ തയ്യാറായത് ആര്? ആ ഗോത്രത്തിൻ്റെ പേര് എഴുതിയാൽ മതി. ബനു നജ്ജാർ ഗോത്രക്കാരാണ്. 5. സഅദ് റളിയല്ലാഹു അൻഹു വലിയ സഹായങ്ങൾ വാഗ്ദാനം ചെയ്തപ്പോൾ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു പറഞ്ഞ മറുപടി എന്തായിരുന്നു? എന്താ പറഞ്ഞത്? അള്ളാഹു നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, നിങ്ങൾ എനിക്ക് മദീനയിലെ മാർക്കറ്റ് കാണിച്ചു തന്നാൽ മതി എന്നായിരുന്നു. ഇനി അടുത്ത ചോദ്യം. 6. അൻസാറുകളായ മുസ്ലിങ്ങളുടെ പ്രധാന ഗോത്രങ്ങൾ ഏതെല്ലാം? മുസ്ലിമീങ്ങളതാണ് കേട്ടോ. ഔസ്, ഖസ്റജ് എന്നീ ഗോത്രങ്ങളാണ്. ഇനി അടുത്ത പ്രവർത്തനമാണ്. 2 വീതം എഴുതുക. മദീനയിലെ പ്രധാന ജൂതഗോത്രങ്ങൾ. മദീനയിലുണ്ടായിരുന്ന പ്രധാന ജൂതഗോത്രങ്ങൾ ഏതൊക്കെയാണ്? 3 ഉണ്ട്. ബനു ഖൈനുഖാ, ബനു ഖുറൈള, ബനു നളീർ. 2 എഴുതാനാണ്. 2ാമത്തെ ചോദ്യം. മദീന കരാറിൻ്റെ പ്രധാന നേട്ടങ്ങൾ. മദീന കരാറിലൂടെ മുസ്ലിമീങ്ങൾക്കുണ്ടായ പ്രധാന നേട്ടങ്ങൾ എന്തൊക്കെയായിരുന്നു?
ഭയപ്പെടാതെ ജീവിക്കാൻ പറ്റുന്ന പ്രദേശമായി മാറി. അതുപോലെ ആളുകൾ ബഹുമാനത്തോടെയും സഹകരണത്തോടെയും ജീവിച്ചു. എല്ലാവരുടെയും അവകാശങ്ങളും കടമകളും ഉറപ്പാക്കാൻ ഈ കരാർ അതിലൂടെ സഹായിച്ചു. 3. മുഹാജിറുകളും അൻസ്വാറുകളും മദീനയിൽ വരുത്തിയ മാറ്റങ്ങൾ. എന്തൊക്കെ മാറ്റങ്ങളാണ് വരുത്തിയത്? 2 എഴുതാം. മൊത്തം 4 പറയുന്നുണ്ട്. പരോപകാരവും അതുപോലെ തന്നെ സ്നേഹവും വ്യാപിച്ചു. അതുപോലെ അഭയം തേടി വന്നവരുടെ ദാരിദ്ര്യവും വിവേചനവും ഇല്ലാതാക്കി. മറ്റൊന്ന്, എല്ലാവർക്കും സുരക്ഷിതത്വം ഉറപ്പാക്കി. മറ്റൊന്ന്, കച്ചവടത്തിലും കൃഷിയിലുമുള്ള സഹകരണം എല്ലാവർക്കും സാമ്പത്തിക അഭിവൃദ്ധി നൽകി. നമ്മുടെ 13ാമത്തെ പേജിലാണുള്ളത് കേട്ടോ, അവസാനത്തിൽ. ഇനി അടുത്ത 4ാമത്തത് മദീന കരാറിൻ്റെ പ്രത്യേകതകൾ. മദീന കരാറിൻ്റെ എന്തൊക്കെ പ്രത്യേകതകളാണ് മദീന കരാറിനുള്ളത്? 1ാമത്തത്, ഇസ്ലാമിലെ ആദ്യത്തെ ലിഖിത സിവിൽ ഭരണഘടനയാണ്. മറ്റൊന്ന്, ജനങ്ങൾക്ക് സ്വാതന്ത്ര്യവും സഹവർത്തിത്വവും പഠിപ്പിച്ചു. ജനങ്ങൾക്ക് സ്വാതന്ത്ര്യവും സഹവർത്തിത്വവും പഠിപ്പിച്ചു. 3, നീതിയും സമത്വവും പ്രോത്സാഹിപ്പിച്ചു. 4ാമത്തത്, ഗോത്രങ്ങൾ തമ്മിലുള്ള തർക്കങ്ങൾ അവസാനിപ്പിച്ചു. ഇത് നമുക്ക് 16ാമത്തെ പേജിലാണ് അതിൻ്റെ ആൻസർ ഉള്ളത് കേട്ടോ. 16ാമത്തെ പേജിൽ മദീന കരാർ എന്ന് കൊടുത്തിട്ടുണ്ടാവും. ഇനി അടുത്ത പ്രവർത്തനമാണ് വ്യക്തമാക്കുക എന്നുള്ളത്. 1, അൻസാറുകൾ. ആർക്കാണ് അൻസാറുകൾ എന്ന് പറയാം? നമ്മൾ മൊത്തത്തിൽ മുഹാജിർ, അൻസാർ, സഹാബികൾ എന്ന് പറയും. പക്ഷെങ്കിലും ആർക്കാണ് മുഹാജിർ എന്നും ആർക്കാണ് അൻസാർ എന്നും പ്രത്യേകം പഠിക്കണം. അത് 6ാമത്തെ പേജിലുണ്ടാവും. അൻസാറുകൾ എന്ന് പറഞ്ഞാൽ മുഹാജിറുകളെ സ്വീകരിച്ച മദീനയിലെ സ്വഹാബികൾക്കാണ് അൻസാർ എന്ന് പറയാം. മുഹാജിറുകളായ സ്വഹാബികളെ സ്വീകരിച്ച മദീനയിലെ സ്വഹാബികളാണ്. 2, തടവിലാക്കപ്പെട്ട ശത്രുക്കൾ മോചിതരായത് എങ്ങനെയാണെന്ന്. തടവിലാക്കപ്പെട്ടവരിൽ ചിലർ പണമടച്ചു മോചിതരായി. എന്നാൽ മറ്റുള്ളവർ 10 പേർക്ക് വീതം എഴുത്തും വായനയും പഠിപ്പിച്ചും മോചനം നേടി. ഇനി അടുത്ത പ്രവർത്തനം ശരിയും തെറ്റും അടയാളപ്പെടുത്തുക എന്നുള്ളതാണ്. 1, ബദർ യുദ്ധം നടന്ന മാസം ഏതാണ്? ശരിയായത് ടിക്ക് ചെയ്യുക. റബീഉൽ അവ്വലാണോ, റമദാനാണോ, അതോ സഫറാണോ? റമദാൻ മാസത്തിലാണ്. 2, മദീനയുടെ ആദ്യത്തെ പേര് മക്ക എന്നാണോ, മദീന എന്നാണോ, യസ്രിബ് എന്നാണോ? ശരിയായത് യസ്രിബ് എന്നാണ്. ചിലപ്പോൾ അവിടെ വേറൊരു ചോദ്യം വരും കേട്ടോ. ചിലപ്പോൾ ഒറ്റ വാക്കിൽ ഉത്തരം എഴുതാനുള്ള പ്രവർത്തനത്തിലായിരിക്കാം. അതായത് ഹിജറയ്ക്ക് ശേഷം എന്താ പറയുക, യസ്രിബ് എന്ന നാടിൻ്റെ പുതിയ പേരെന്തായിരുന്നു? മദീന എന്നായിരുന്നു കേട്ടോ. നബി തങ്ങൾ ഹിജറ വന്നതുകൊണ്ടാണ് അവിടെ മദീന എന്നുള്ള പേര് ലഭിച്ചത്. ഇനി 3, ബദർ യുദ്ധം നടന്ന വർഷം. ഹിജറ 2-ാം വർഷം, ഹിജറ 3-ാം വർഷം, ഹിജറ 1-ാം വർഷം? ശരിയായത് ഹിജറ 2-ാം വർഷം. 4, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒട്ടകം ഷഅബാ എന്നാണോ, ഖസ്വ എന്നാണോ, ഹംറാ എന്നാണോ? ഖസ്വ അല്ലേ. ഖസ്വ എന്ന ഒട്ടകപ്പുറത്താണ് നബി തങ്ങൾ വന്നത്. അടുത്ത പ്രവർത്തനം പൂരിപ്പിച്ച് ആശയം എഴുതുക എന്നുള്ളതാണ്. വജബ ഡാഷ് അലൈന മാ ദാഅ ഡാഷ് ദാഇൻ. വജബ ശുക്രു അലൈന മാ ദാഅ ലില്ലാഹി ദാഇൻ. 2, അല്ലാഹുമ്മ ലാ ഡാഷ് ഇല്ല ഐഷുൽ ആഖിറ ഡാഷ് ലിൽ അൻസാരി വൽ മുഹാജിറ. പൂരിപ്പിച്ചു കൊടുക്കാം. അല്ലാഹുമ്മ ലാ ഐഷ ഇല്ല ഐഷുൽ ആഖിറ ഫഗ്ഫിർ ലിൽ അൻസാരി വൽ മുഹാജിറ. ഇനി 3, മുഹാജിറുകളുടെയും അൻസാറുകളുടെയും സാഹോദര്യത്തിൻ്റെ മാനദണ്ഡം ഡാഷ് ആയിരുന്നു. എന്തായിരുന്നു? ഈമാനായിരുന്നു. ഇനി പൂരിപ്പിച്ച് ആശയം എഴുതണം, അർത്ഥം എഴുതണം. യാ അയ്യുഹന്നാസു
അഫ്ഷു ഡാഷ് വ അത്ഇമു ത്വആമ വസല്ലു ബില്ലൈലി വന്നാസു ഡാഷ് തദ്ഖുലു ഡാഷ് ബിസലാമി. പൂരിപ്പിച്ചു കൊടുക്കാം. യാ അയ്യുഹന്നാസു, അവിടെ അയ എന്ന് വേണ്ട കേട്ടോ, അലിഫ് വേണ്ട. യാ അയ്യുഹന്നാസു അഫ്ഷു സലാമ വ അത്ഇമു ത്വആമ വസലു അർഹാമ വസല്ലു ബില്ലൈലി വന്നാസു നിയാമുൻ തദ്ഖുലു അൽ ജന്നത ബിസലാമിൻ. ഓ ജനങ്ങളെ, സലാം വ്യാപിപ്പിക്കുക, ദരിദ്രർക്ക് ഭക്ഷണം നൽകുക, കുടുംബബന്ധം ചേർക്കുക, രാത്രി ജനങ്ങൾ ഉറക്കത്തിലായിരിക്കെ നിങ്ങൾ നിസ്കരിക്കുക, എങ്കിൽ നിങ്ങൾ സമാധാനത്തോടെ സ്വർഗത്തിൽ പ്രവേശിക്കും. ഇത് അഞ്ചാമത്തെ പേജിലാണ് കേട്ടോ. 5ാമത്തെ പേജിൽ കാണാം, താഴത്തെ ഭാഗത്ത്. ഇതൊക്കെ പഠിക്കേണ്ടതാണ്, ചിലപ്പോൾ പൂരിപ്പിക്കാനൊക്കെ വരും. ഇതോടുകൂടെ പ്രവർത്തനം അവസാനിച്ചു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.